ആമേൻ. സ്തോത്രം. ഭാവന മഹത്വം. സ്തോത്രം. എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഈ യോഗത്തിന് ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസി, അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ആരാധനയിൽ നയിച്ച പ്രിയപ്പെട്ടവർ, ഇവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ ശിഷ്യത്വം എന്ന ഒരു പഠനം നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് വേണ്ട നിലയിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഒക്കാതെ ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തു. നമുക്ക് വളരെ പ്രാർത്ഥിക്കണം ഈ മീറ്റിങ്ങുകളെ ഓർത്ത്. എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായിട്ട് നടക്കുവാൻ കർത്താവ് നമ്മളോട് കൃപ ചെയ്യട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആ മെഡിറ്റേഷൻ തുടങ്ങിയത്. അതേ വേദഭാഗം തന്നെ വായിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ അല്പമായിട്ടൊന്ന് റിഫ്രഷ് ചെയ്യുവാൻ ആവർത്തിക്കും. മാത്രമല്ല, എനിക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത് എന്ന് അറിയാം. അപ്പോൾ ആ ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. കണ്ടിന്യൂ സ്റ്റഡി ആയതുകൊണ്ട് ഒരു ഭാഗം പോലും വിട്ടുപോകാതെ വളരെ കൃത്യമായിട്ട് ദൈവവചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു അറിവ് ഉണ്ടാകണം. മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 18-20. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം അവിടുത്തെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മഹാനിയോഗമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. എന്നാൽ കഴിഞ്ഞ സ്റ്റഡിയിൽ ഞാൻ പറയുകയുണ്ടായി, മഹാനിയോഗത്തിന് വിവിധ വശങ്ങളുണ്ട്. മർക്കോസിലും ലൂക്കോസിലും നമുക്ക് മഹാനിയോഗം കാണാൻ കഴിയും. അവിടെ എഴുത്തുകാര് ഇവാഞ്ചലിസത്തിന് എംഫസിസ് കൊടുത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്യുവില് നമ്മൾ കാണുമ്പോൾ ഡിസൈപ്പിൾഷിപ്പിനുള്ള എംഫസിസ് ആണ്. അതുകൊണ്ട് പഠന സൗകര്യത്തിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രയോഗം പറഞ്ഞിരുന്നു. നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ തന്നെ നമ്മൾ ഇത് എടുക്കണം. അപ്പം മത്തായിയുടെ ഈ അക്കൗണ്ടും ലൂക്കോസിൻ്റെ എഴുത്തും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് മഹാനിയോഗത്തെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് റെവലേഷൻ നമുക്ക് കിട്ടുന്നത്. ഇവാഞ്ചലിസം നാണയത്തിൻ്റെ ഒരു സൈഡാണെങ്കിൽ ഡിസൈപ്പിൾഷിപ്പ് മറുവശമായിട്ട് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ 2 ഭാഗങ്ങളും എംഫസിസ് കൊടുക്കുന്ന വചനങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഹാനിയോഗത്തിലൂടെ ദൈവസഭ എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മത്തായി 28-ന്റെ 18 മുതൽ വാക്യങ്ങൾ വളരെ വേഗത്തിലൊന്ന് റിഫ്രഷ് ചെയ്യാൻ. 18-ാം വാക്യം യേശുവിൻ്റെ അവകാശവാദമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 19-ഉം 20-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തും യേശുവിൻ്റെ കൽപ്പന നമുക്ക് കാണാൻ കഴിയും. തുടങ്ങുന്നത് ആകയാൽ എന്ന് പറയുന്ന വാക്ക്, therefore. കർത്താവിന് സകല അധികാരവും പിതാവാം ദൈവം കൊടുത്തിരിക്കുന്നു. അങ്ങനെ കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ അധികാരത്തിൽ നിന്നുകൊണ്ട് നമ്മളോട് ദൈവസഭയോട് ആജ്ഞാപിക്കുകയാണ്, ഗോ, നിങ്ങൾ പുറപ്പെട്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അപ്പം യേശുവിൻ്റെ അധികാരത്തിലാണ് നമ്മൾ ഗ്രേറ്റ് കമ്മീഷൻ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അധികാരത്തിൽ അല്ല എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.
നിങ്ങൾ പുറപ്പെട്ട്, ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം. ചിലപ്പോൾ അത് ഡെയിലി ഇവാഞ്ചലിസം, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോട് പേഴ്സണൽ ലെവലിലായിരിക്കാം, ചിലപ്പോൾ എഴുത്തുകളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓൺലൈൻ സന്ദേശത്തിലൂടെ ആയിരിക്കാം. അല്ല, ദൈവം നമ്മളെ വേറൊരു നിലയിൽ മാസ് ക്രൗഡിനെ സംബോധന ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. എങ്ങനെയും ആയിരിക്കട്ടെ, നമ്മളെ ദൈവം ആക്കി വെക്കുന്ന ദേശങ്ങളിൽ വിശ്വസ്തയോടെ ആളുകളുടെ അടുക്കലേക്ക് പോകുവാൻ നിങ്ങൾ പുറപ്പെട്ട് ഗോ എന്ന് പറഞ്ഞാൽ ഡോണ്ട് ജസ്റ്റ് സിറ്റ് ബാക്ക്. നമ്മൾ ഒരു പാസീവായിട്ടുള്ള ഒരു രീതിയല്ല, നമ്മൾ പുറപ്പെടണം. എന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പം സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ആളുകളോട് നമ്മൾ അറിയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുകയും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അവർ സ്വീകരിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ളവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്. എന്നാൽ അതുകൊണ്ട് ശുശ്രൂഷ തീരുകയല്ല. സ്നാനം കഴിപ്പിച്ചും 20-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പം ആ ഗ്രേറ്റ് കമ്മീഷന്റെ വലിയ സ്കോപ്പ് നമുക്കവിടെ കാണാൻ കഴിയും. സകല ജാതികളിലേക്കും, ഗോയിങ് ഔട്ട് ഇൻ ടു ഓൾ ദ നേഷൻസ്. ദൈവം നമ്മളെ വിളിച്ച് അയക്കുന്ന സകല ഇടങ്ങളിലേക്കും സൃഷ്ടികളിൽ എല്ലാ മനുഷ്യരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണം അവർ കേൾക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പലയിടങ്ങളിലും സുവിശേഷം റീച്ച് ഔട്ട് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ തലമുറകൾ കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് സുവിശേഷം കേൾക്കാത്ത ഇടങ്ങളിലേക്ക് നമ്മളെ ദൈവം അയക്കുമ്പോൾ അവിടേക്ക് പോകേണ്ടത് ആവശ്യമാണ്, സകല ജാതികളിലേക്ക്. അപ്പം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്, മാർക്കിലും ലൂക്കിലും പ്രീച്ചിങ് ആണ് എംഫസിസ് എങ്കിൽ ഇവിടെ ടീച്ചിങ് ആണ്. പുതിയ കൺവേർട്സിനെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച സകല കാര്യങ്ങളും പഠിപ്പിച്ച് യേശുവിൻ്റെ അനുയായികൾ, യേശുവിൻ്റെ ശിഷ്യന്മാരാക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ കൽപ്പന. മേക്ക് ഡിസൈപ്പിൾ, ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ആ ശിഷ്യരാക്കാൻ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അതുകൊണ്ട് തീരുകയല്ല. കർത്താവ് പഠിപ്പിച്ച സകല കാര്യങ്ങളും ഈ പുതിയ കൺവേർട്സിനെ പഠിപ്പിച്ചാണ് അവരെ യേശുവിൻ്റെ അനുയായികൾ ആക്കേണ്ടത്. കേവലം അക്കാഡമിക് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് പറയല്ല, നോട്ട് എഴുതിയെടുക്കുക മാത്രമല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ. ഇവിടെ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാം. ശിഷ്യത്വ പരിശീലനം കൊടുക്കുന്നയാള് കേവലം കുറെ റെഫറൻസുകൾ മാത്രം പഠിപ്പിക്കുകയല്ല, അവരുടെ ജീവിതത്തിൽ അവരത് കോപ്പി ചെയ്തതൂടെ ഈ ന്യൂ കൺവേർട്സ് കാണണം. ദാറ്റ്സ് ഹൗ ടു പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ് എന്ന് അവര് കാണണം എന്നതും ഞാൻ ഇതിനകത്തൊന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ കമാൻഡ്മെന്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ശരിക്കും മൂലഭാഷയിൽ ഈ ക്രിയാപദം, the verb, the main verb, make disciple എന്നുള്ളത് ഒരു ഡയറക്റ്റ് കമാൻഡ്മെന്റ് ആയിട്ടാണ്. ഇതെല്ലാവരും കുറിക്കൊള്ളണം. പുറപ്പെട്ടു പോകണം, ആളുകളോട് സുവിശേഷം പറയണം, രക്ഷയിലേക്ക് നയിക്കണം, ബാപ്റ്റൈസ് ചെയ്യണം, ടീച്ച് ചെയ്യണം. ആ ടീച്ചിങ് എന്ന കാര്യം നമ്മൾക്ക് കുറച്ച് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്നിട്ട് 20-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ യേശുവിൻ്റെ ആശ്വാസ വാക്കാണ് നമ്മൾ കാണുന്നത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പലപ്പോഴും ഈ ഒരു വാക്ക് നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ ഇത് വെച്ച് പ്രാർത്ഥിക്കും, തെറ്റൊന്നുമില്ല. പക്ഷെ വാസ്തവത്തിൽ ആരോടാ ഇത് പറഞ്ഞത്? കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് ശിഷ്യന്മാരാക്കുവാനായി പുറപ്പെട്ടു പോകുന്ന ആളുകളോട് പറഞ്ഞതാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. കാരണം ടഫായിട്ടുള്ള ടെറൈനിലൂടെ
സുവിശേഷ വേലക്കാർ കടന്നു പോകേണ്ടതായിട്ട് വരും. ജീവനെ അപായപ്പെടുത്തുന്ന അതുപോലെയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ, പോർവിളികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വാഗ്ദത്തമാണ്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഇനി നമുക്ക് ഈ വിഷയത്തിൽ ഡിസൈപ്പിൾ എന്ന വാക്ക് നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. അവിടെയാണല്ലോ നമ്മുടെ പഠനം കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കാം. ഇവാഞ്ചലിസം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കർത്താവിൻ്റെ കമാൻഡ്മെൻ്റ് ആണ്. മാർക്കിൽ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ലൂക്ക് 24:47 എന്താണ് പ്രസംഗിക്കേണ്ടത്? മാനസാന്തരവും പാപമോചനവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കണം. അപ്പൊ ഇതെല്ലാം ഇവാഞ്ചലിസ്റ്റിക് ത്രസ്റ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇവാഞ്ചലിസം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പ്രാദേശിക സഭകൾ സുവിശേഷീകരണം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷീകരണത്തിനായി നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ അത് വിവിധ മേഖലകളിൽ നമുക്ക് ചെയ്യാൻ കഴിയും. മാസ് ക്രൂസൈഡുകൾ മാത്രമല്ല, അങ്ങനെ വിളിക്കപ്പെട്ടവരത് ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും ദൈവം നമ്മളെ ആക്കി വെച്ച ദേശങ്ങളിൽ, സാഹചര്യത്തിൽ ഈ ഗുഡ് ന്യൂസ് നമുക്ക് പറയാൻ കഴിയും. അത് പറയണം എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അപ്പൊ നാണയത്തിൻ്റെ രണ്ടാമത്തെ ഒരു വശമാണ് മെയ്ക്ക് ഡിസൈപ്പിൾസ്. ഇത് രണ്ടും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ചർച്ച് ഇവാഞ്ചലിസത്തിൽ മുൻപന്തിയിലായിരിക്കാം, പക്ഷെ ചോദ്യം ഇതാണ്, ന്യൂ കൺവേർട്സിനെ ആർ യു ലീഡിങ് ദം ടു ബിക്കം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? അത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, ദൈവദാസന്മാരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചിന്തിക്കണമെന്ന് വളരെ താഴ്മയോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പലയിടങ്ങളിലും ഇന്നിപ്പോൾ വടക്കേ ഇന്ത്യ എന്നൊന്നും പറയാനൊക്കത്തില്ല, വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ലോകത്തിൽ നല്ല ശതമാനം ഇടങ്ങളിലും ഒരു ശേഷിപ്പ് ഒഴികെ ഉള്ളവർ, ഇവാഞ്ചലിസം ചെയ്യുന്നവർ പോലും ശിഷ്യത്വ പരിശീലനത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക സഭ അതിന് മുൻഗണന കൊടുക്കുന്നുണ്ടായിരിക്കും. പ്രൈസ് ഗോഡ് ഫോർ യുവർ ലോക്കൽ ചർച്ച് ആൻഡ് യുവർ ലീഡർഷിപ്പ് ആൻഡ് ഈച്ച് വൺ ഓഫ് യു. അപ്പോൾ മേക്ക് ഡിസൈപ്പിൾ, ഈ ഡിസൈപ്പിൾ എന്ന വാക്കിന്റെ അർത്ഥം ലേണർ, പഠിക്കുന്നവൻ, സ്റ്റുഡന്റ് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് മഥിറ്റസ് എന്ന ആ മൂലഭാഷയിലെ വാക്കിന്റെ അർത്ഥം. ലേണർ, സ്റ്റുഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ജീസസിൽ നിന്ന് പഠിച്ച് ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുന്നയാൾ, നിരന്തരം പഠിക്കുന്നയാൾ, യേശുവിനെ പോലെ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടയാൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ്. അപ്പൊ ശരിക്കും സുവിശേഷത്താൽ കൺവേർട്ടായ ഒരാൾ, ആ ആളാണ് ഈ ശിഷ്യത്വ പരിശീലനത്തിനായി ഏൽപ്പിക്കപ്പെടേണ്ടത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടയാള് യേശുക്രിസ്തുവിൻ്റെ തനി സ്വഭാവത്തോട് ഏകീഭവിക്കുവാനായി സമർപ്പിക്കപ്പെടണം. ആ സ്വഭാവം തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജീസസിന്റെ ലൈഫ് സ്റ്റൈൽ, ഈ പുതിയ കൺവേർട്ട് ആ പാതയിലാണ് നടക്കേണ്ടത്, അതാണ് അനുകരിക്കേണ്ടത്. ജീസസിന്റെ ലൈഫ് സ്റ്റൈൽ എഴുതപ്പെട്ട റിട്ടൺ വേർഡിലുമുണ്ട്, ലിവിങ് വേർഡായിട്ട് ജീസസിന്റെ പെരുമാറ്റച്ചട്ടം നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായി ആത്മാവ് നമ്മളെ പഠിപ്പിക്കും. ആക്ച്വലി ദ ഹോളി സ്പിരിറ്റ് ത്രോസ് ലൈറ്റ്, illuminates our heart to see Jesus in the scriptures. അത് കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ അതുപോലെ എന്നെ ആക്കണമേ. The Holy Spirit will give us power to follow that pattern of living.
ശരിക്കും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയ അപാര പ്രവൃത്തിയാണ് ക്രിസ്തുവിനെ നമ്മൾക്ക് കാണിച്ചു തരിക. വചനത്തിന്റെ വെളിപ്പാടിൽ ക്രിസ്തുവിന്റെ ലൈഫ് സ്റ്റൈൽ, ക്രിസ്തു പഠിപ്പിച്ചത്, ക്രിസ്തു ഓരോ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ അവിടുത്തെ മനോഭാവം എന്തായിരുന്നു, ആത്മാവിൽ നമ്മുടെ അകത്ത് ഇലുമിനേറ്റ് ചെയ്യും, നമ്മുടെ ഉള്ളു തുറന്ന് ഇത് കാണുവാനുള്ള ദൈവകൃപ വരും. അപ്പൊ നമ്മളിൽ തന്നെ നമുക്ക് അതുപോലെ ആകാനുള്ള കഴിവില്ല, കെൽപ്പില്ല. അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് തുണനിന്ന് നമ്മളെ സഹായിക്കും. ആത്മാവിന്റെ ശക്തിയോടെ അല്ലാതെ ഒരുവന് യേശുവിൻ്റെ ഈ ജീവിതശൈലി ഒരിക്കലും കോപ്പി ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഈ ശിഷ്യത്വ പാഠത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ നിങ്ങൾ ഉടനീളം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഇനി സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് എപ്പോഴും പറഞ്ഞൊരു വാക്കാണ് ഫോളോ മീ, അല്ലേ? ഫോളോ മീ. കർത്താവ് ഈ പാലസ്റ്റീനിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാം കർത്താവ് പറഞ്ഞ റിപ്പന്റ് ആൻഡ് ബിലീവ് ദ ഗോസ്പൽ, ഫോളോ മീ. ഇത് കർത്താവിന്റെ മെസ്സേജിലെ ഒരു കോർ മെസ്സേജാണ്, എപ്പോഴും പറയുന്നത്. നോക്കിയേ, മത്തായിയുടെ സുവിശേഷം 4:19, എൻ്റെ പിന്നാലെ വരുന്നവൻ. അപ്പൊ അവിടെ മലയാളത്തിൽ എൻ്റെ പിന്നാലെ വരുവീൻ, ഇംഗ്ലീഷ് വേർഷനിൽ കം ഫോളോ മീ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ ഇത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെ ഫോളോ എന്ന വാക്കാണ്. മലയാളത്തിൽ അനുഗമനം എന്നവിടെ പറയുന്നില്ലെങ്കിലും എൻ്റെ പിന്നാലെ വരുവീൻ, ഇംഗ്ലീഷ് തർജ്ജിമകളിൽ കം ഫോളോ മീ. അപ്പൊ ഇത് അവിടുത്തെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ് നമ്മൾ കർത്താവ് ഇത് പറയുന്നതായിട്ട് കാണുന്നത്. നോക്കിയേ, യോഹന്നാൻ 8:12 കർത്താവ് പിന്നെയും ആളുകളെ വിളിക്കുന്നു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. ഇപ്പൊ കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രിയിൽ കർത്താവ് വിളിക്കുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഞാൻ ഈ ഫോളോ എന്ന വാക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അവിടുത്തെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം അവിടുന്ന് ആളുകളെ വിളിക്കുന്നത് കർത്താവിനെ അനുഗമിക്കാനാ. എന്നിട്ടാണ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, മേക്ക് ഡിസൈപ്പിൾ പീപ്പിൾ ഹു വിൽ ഫോളോ ഹിം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോഹന്നാൻ 12:26 ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഹിസ് പബ്ലിക് മിനിസ്ട്രി നമ്മൾ പിന്നെയും കാണുവാൻ കഴിയും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അപ്പൊ നോക്കി, ആരംഭത്തിൽ ഉടനീളെ അവസാനം എല്ലാം ഈ ഒരു പദപ്രയോഗം കം ഫോളോ മീ. അപ്പൊ ഒബ്വിയസ്ലി ഈ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഡസ് ജീസസ് മീൻ ബൈ ദ വേർഡ് ഫോളോ? അനുഗമിക്കുക എന്ന വാക്കുകൊണ്ട് കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു 10-23 തവണയെങ്കിലും ഈ ഫോളോ എന്ന വാക്ക് സുവിശേഷങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പൊ വാക്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട അർത്ഥം, ഒരു രാജാവിന് പട്ടാളക്കാരുണ്ട്, പട്ടാളക്കാർക്ക് രാജാവ് കൊടുക്കുന്ന ആജ്ഞ ഒരു ചോദ്യവും ചെയ്യാതെ, അവരുടെ പേഴ്സണൽ കംഫർട്ടുകൾ നോക്കാതെ, സൗകര്യപ്പെടുമോ സൗകര്യപ്പെടുത്തില്ലയോ ഇതൊന്നും വിഷയമല്ല ഒരു പട്ടാളക്കാരന്. ആജ്ഞ ലഭിച്ചാൽ ഉടൻ തന്നെ ചോദ്യം ചോദിക്കാതെ ആ ആജ്ഞ അനുസരിക്കാൻ സമർപ്പിക്കപ്പെട്ട് ഇറങ്ങുന്ന ആ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കാണ് അനുഗമനം, ഫോളോ എന്ന വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് നമ്മൾ കർത്താവിനെ അനുഗമിക്കേണ്ടത്. കർത്താവിന്റെ ടീച്ചിങ്സും കർത്താവിന്റെ ലൈഫ് സ്റ്റൈലും അനുഗമിക്കേണ്ടത്. വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, വെദർ വി ആർ കംഫർട്ടബിൾ ഓർ അൺകംഫർട്ടബിൾ, ഇറ്റ് ഡസന്റ് മാറ്റർ. If he is the Lord of your life,
ഓഫ് മൈ ലൈഫ് ചോദ്യം ചെയ്യാതെ ഒരു പട്ടാളക്കാരൻ രാജാവ് കൊടുത്ത കൽപ്പനയെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നത് പോലെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള വിളിയാണ് കർത്താവ് എല്ലാവരും വിളിക്കുന്നത്. ചില ആളുകൾ ധരിച്ചിരിക്കുന്നതേ, അപ്പൊ വിശ്വാസികളുടെ ഒരു തസ്തികയുണ്ട്, പിന്നീട് കുറച്ചുകൂടെ സൂപ്പർ വിശ്വാസികളാണ് ശിഷ്യന്മാര്. എൻ്റെ ബ്രദറെ, ഞങ്ങളൊന്നും നിങ്ങളെപ്പോലെ വലിയ വിശ്വാസികളൊന്നും അല്ല, ഞങ്ങളൊക്കെ സാധാ വിശ്വാസികളെന്നേ ഉള്ളൂ, നിങ്ങളൊക്കെ വലിയ ശിഷ്യന്മാരും ഒക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു 2 കാറ്റഗറി വിശ്വാസികളില്ല. ജീസസ് എല്ലാവരെയും വിളിക്കുന്നത് അവിടുത്തെ പാത അനുഗമിക്കുവാനാണ്. എല്ലാവരുടെ മേലുള്ള വിളി ശിഷ്യരാകാനാണ്. ഇഫ് യു ഹാവ് ഹേർഡ് ദ ഗോസ്പൽ and if you have turned to Christ and made him the Lord of your life, then the path before us is the path of discipleship, of following our master, our Lord Jesus Christ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് കാലത്ത് യജമാനന്മാരും അടിമകളും ഉണ്ടായിരുന്നു. ഈ അടിമകളെ വാസ്തവത്തിൽ വില കൊടുത്ത് യജമാന്മാർ വാങ്ങുകയാണ്. വാങ്ങിക്കഴിഞ്ഞാൽ അടിമയ്ക്ക് പിന്നെ റൈറ്റ്സ് ഒന്നുമില്ല, എൻ്റെ അവകാശമാണിത്, അതൊന്നുമില്ല. അടിമയായി ഒരു യജമാനൻ വില കൊടുത്ത് വാങ്ങിയെങ്കിൽ യജമാനൻ ഇസ് ദ ബോസ്. യജമാനൻ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നീട് അതിന് ചോദ്യമില്ല. ഈ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കാണ് ഫോളോ, അനുഗമിക്കുക എന്ന വാക്കിൽ അന്തർലീനമായി കിടക്കുന്നത്. നമ്മളെ വാസ്തവത്തിൽ കർത്താവ് വിലയ്ക്ക് വാങ്ങിയതല്ലേ. ഇനി നമ്മുടെ ഇഷ്ടമെന്ന് പറഞ്ഞൊരു ഇഷ്ടമുണ്ടോ? ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവര് ഉണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കണം, അതുകൊണ്ട് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇഷ്ടമെന്ന് പറഞ്ഞൊരു ഇഷ്ടമുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുക. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്താണ് ദൈവഹിതം എന്നുള്ളത് ബോധ്യമായാൽ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക. കർത്താവിൻ്റെ ജീവിത ശൈലിയോടുള്ള ബന്ധത്തിന് വിപരീതമായി എൻ്റെ ജീവിത ശൈലിയിലുള്ള സകലത്തോടും വിട പറഞ്ഞ് ആ പാറ്റേൺ ഫോളോ ചെയ്യുവാനാണ് കർത്താവ് നമ്മളെ ഏവരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് ഡിസൈപ്പിൾഷിപ്പ്. അപ്പൊ ഇവിടെ ഇംപ്ലൈ ചെയ്തിരിക്കുന്ന കാര്യം ചോദ്യം ചെയ്യാതെ കർത്താവിനെ അനുഗമിക്കുക. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയട്ടെ. ഇപ്പം മാത്യു ടാക്സ് കളക്ടർ ഓഫീസിൽ ഇരിക്കുക, കം ഫോളോ മീ എന്ന് വിളിക്കുമ്പോൾ ഉടനെ ഇറങ്ങുക. അല്ല, എങ്ങോട്ടാ? ഒരു ചോദ്യവുമില്ല. എത്ര നാളാ? ചോദ്യമില്ല. യു ജസ്റ്റ് ഗോ ആഫ്റ്റർ യുവർ ലോർഡ്. ആ സമർപ്പണം, വിതൗട്ട് എനി ക്വസ്റ്റ്യൻ, എനിവേർ, എനി ടൈം, അറ്റ് എനി കോസ്റ്റ്, അങ്ങനെയുള്ള ഒരു സമർപ്പണമാണ് കർത്താവ് ഈ വാക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു മൊമെന്ററി ഫോളോയിങ് അല്ല. ഞായറാഴ്ചയായപ്പോൾ ബ്രദറെ 10 മണിയാകുമ്പോഴത്തേക്ക് ചെല്ലണം, ആൻഡ് സ്തോത്രം, പാട്ടൊക്കെ പാടും, കൈയൊക്കെ അടിച്ച് അന്ന് ഭയങ്കര ഭക്തിയാ. വാട്ട് അബൌട്ട് മൺഡേ? ആൻഡ് വാട്ട് അബൌട്ട് ട്യൂസ്ഡേ? ആൻഡ് വാട്ട് അബൌട്ട് വെനസ്ഡേ? അതുപോലെ വേറെ കുടുംബത്തിലായിരിക്കും ബ്രദർ നമ്മൾ ഭയങ്കര ഭക്തിയായിരിക്കണം, ഫെലോഷിപ്പിലൊക്കെ നല്ല ഭക്തിയായിരിക്കണം. ബട്ട് വാട്ട് അബൌട്ട് ഓൺ യുവർ ജോബ് സൈറ്റ്? ഒരു നേഴ്സ് എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാ? അപ്പൊ ഇതൊരു മൊമെന്ററി ആയി നൈമിഷികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ല. ലൈഫ് ലോങ്, എവ്രി ഡേ, എവ്രി മിനിറ്റ് ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് ഫോളോ എന്ന വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം കണ്ടിന്യൂസ് ആയി കർത്താവിൻ്റെ കൂടെ ഒരു യാത്രയിലാണ് നമ്മൾ. കർത്താവ് എടുത്തിരിക്കുന്ന പാതയുടെ പിന്നിൽ നമ്മൾ, കർത്താവ് ലീഡറായി മുന്നേ നടക്കുന്നു, നമ്മൾ അതിൻ്റെ പിറകിൽ സന്തോഷത്തോടെ കാൽച്ചുവട് വെച്ച് നടക്കുക. ഇടത്തും വലത്തും അനേക പ്രലോഭനങ്ങൾ വന്നേക്കാം, പക്ഷേ പാത തെറ്റിപ്പോകാതെ മുൻപിൽ നടക്കുന്ന നമ്മുടെ യജമാനനായ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട്
ആ പിൻപിൽ നടക്കുന്ന അനുഭവം, വില കൊടുത്ത് നടക്കുന്ന അനുഭവം, അതാണ് ശരിക്കും ഈ വാക്കുകൊണ്ട് അർത്ഥം ആക്കുന്നത്. ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, ഈ പാതയിൽ കർത്താവിനെ അനുഗമിച്ച് കർത്താവിൻ്റെ ജീവിത ശൈലി അനുദിനം ആത്മാവിൻ്റെ ശക്തിയോടെ നമ്മൾ ഏറ്റെടുത്ത് അനുകരിക്കുന്ന ഒരാളാണെങ്കിൽ എഴുതിയിട്ടോണം, യേശു ഇന്നായിരിക്കുന്നിടത്ത് നിങ്ങളും ചെല്ലും. പ്രത്യേകിച്ച് യോഹന്നാൻ 12:26 ഞാൻ അല്പസമയം മുമ്പ് വായിച്ചപ്പോൾ അവിടെ വളരെ ക്ലിയർ ആണ്. ഓക്കെ, ഇഫ് യു ആർ ഫോളോയിങ് ദ പാത്ത് that Jesus has showed us, be assured that you will be with him throughout all eternity. അപ്പോൾ ഡിസൈപ്പിൾ എന്ന വാക്ക് ഞാൻ വിശദീകരിക്കുമ്പോൾ, കർത്താവ് അവിടുന്ന് ആളുകളെ വിളിച്ചപ്പോൾ ഫോളോ എന്ന വാക്ക് പറഞ്ഞത് ഞാൻ വിശദീകരിക്കുകയായിരുന്നു. ഇറ്റ് മീൻസ് ടു ഫോളോ ജീസസ് ത്രൂ ഔട്ട് അവർ ലൈഫ്. ജീസസിന്റെ ഐഹിക ജീവിതം, അവിടുത്തെ മനുഷ്യത്വത്തിൽ ആത്മാവിന്റെ ശക്തിയോടെ പിതാവാം ദൈവത്തെ പൂർണ്ണമായി പ്രസാദിപ്പിച്ച ഒരു വിവരണമാണ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ കർത്താവിനെ അനുഗമിച്ചാൽ നമുക്കും പിതാവാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും എന്ന ദൂതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ വഴികൾ നമുക്ക് ശ്രദ്ധിക്കണം, അവിടുന്ന് പഠിപ്പിച്ചത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഇനി ചില വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ദാറ്റ് ജീസസ് ഈസ് അവർ സുപ്രീം എക്സാമ്പിൾ എന്ന് കാണിക്കുക. ആ വഴിയെ പോകണമെന്ന് കർത്താവ് ഫോളോ എന്ന വാക്കിലൂടെ മാത്രമല്ല, ആവർത്തിച്ച് പലയിടത്തും കർത്താവ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആകുകയാണ്. കം ഫോളോ ദാറ്റ് പാറ്റേൺ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നിങ്ങൾക്കറിയാമല്ലോ. 13-ാം അധ്യായത്തിലാണ് കർത്താവ് ഏറ്റവും അവസാനമായി ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുന്ന ആ സമയം. എന്നിട്ട് 14, 15, 16 ഈ അധ്യായങ്ങളിലൊക്കെ കർത്താവിൻ്റെ അവസാനത്തെ ഡിസ്കോഴ്സുകളാണ്. ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് 17-ാം അധ്യായത്തിലാണ് മഹാപുരോഹിത പ്രാർത്ഥന. അപ്പൊ നോക്ക്, കർത്താവ് ഈ അവസാനം പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ജീസസ് has given us an example. പ്രത്യേകിച്ച് ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്താണ് അത് പിന്നീട് നമുക്ക് ചില ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ നമുക്കത് ചിന്തിക്കാം. കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന രംഗമാണ്. അവരവിടെ മസിൽ പിടിച്ചിരിക്കുക, ഞങ്ങളിൽ വലിയവൻ ആരാണ്? അവരുടെ നടുവിൽ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എഴുന്നേറ്റ് പുറത്തെ വസ്ത്രം മാറ്റിവെച്ച് അരയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് ബേസിനിൽ വെള്ളമെടുത്ത് യൂദസിന്റെ ഉൾപ്പെടെ കാല് കഴുകി. ഞാൻ ഇപ്പോൾ അതൊന്നും വിവരിക്കുന്നില്ല, അതൊക്കെ ശിഷ്യത്വ പാഠം നമ്മൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ നമുക്കതൊക്കെ പഠിക്കാൻ കർത്താവ് നമ്മുടെ മേൽ കൃപ ചൊരിയട്ടെ. കർത്താവ് പറയുന്ന കേട്ടോ, ഐ ഹാവ് ഷോഡ് യു ആൻ എക്സാമ്പിൾ. ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ വാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജീസസ് ഈസ് അവർ എക്സാമ്പിൾ, വി ഹാവ് ടു ഫോളോ ഹിസ് എക്സാമ്പിൾ. ഒത്തിരി ആളുകൾ പറയുന്നത്, ഇങ്ങനൊക്കെ ആർക്കാ ജീവിക്കാനൊക്കെ. ഞാൻ ആദ്യം ഒരിടത്ത് പ്രസംഗിച്ചത് ഓർക്കുന്നു. ആ പാസ്റ്ററോട് അവിടുത്തെ സദസ്സിലുള്ള ഒരാൾ പറഞ്ഞു, ഇദ്ദേഹം പറയുന്ന പോലെ ആർക്കാ ജീവിക്കാനൊക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനല്ല ഇത് പറയുന്നത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നത്. മറ്റു ചിലർ പറയുന്നത്, ജീവിക്കുന്ന ആരെങ്കിലും ഒന്ന് കാണിക്കാമോ? നമ്മൾ കണ്ടില്ലെന്നും കണ്ട് ജീവിക്കുന്നവരാരും ഇല്ലേ? എത്രയോ ഭക്തന്മാർ, സഹോദരന്മാർ, കർത്തൃദാസന്മാർ ജീവിച്ച് ഈ ലോകത്തിലെ സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ച് കർത്താവ് വെച്ച ആ മാതൃകയിൽ അവർ നടന്ന് നിത്യതയുടെ തുറമുഖത്ത് അവരെത്തി. പ്രിയരെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ നമ്മൾ അനുവദിക്കല്ലേ. വേറൊരു വാക്യം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, യോഹന്നാൻ 13:34-35 വാക്യം ഒന്ന് നോക്കി. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അടുത്ത കേൾക്കണം.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ഇതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ എൻ്റെ ഉദ്ദേശം, ജീസസ് is calling us to copy his lifestyle, which we can only do by the power of the Holy Spirit. Again, my appeal to my audience is, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കയ്യടിയിൽ ഒതുക്കരുത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ അന്യഭാഷയിൽ മാത്രം ഒതുക്കരുത്. പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് നമുക്ക് ഇതുപോലെ ജീവിക്കാൻ കൃപ തരേണ്ടതിനാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ഒരു തെറ്റിദ്ധാരണ ഇതാ, ഓ ഹീസ് അഗൈൻസ്റ്റ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്, ഹീസ് അഗൈൻസ്റ്റ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. നോട്ട് അറ്റ് ഓൾ. ഞാൻ കൈയടിക്കുന്ന ആളാണ്. ദൈവാത്മാവ് നടത്തിയാൽ നൃത്തം ചെയ്യാൻ മടിയില്ലാത്ത ആളാണ്. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളാണ് പ്രിയരെ. പക്ഷെ അതിൽ മാത്രം ആത്മപ്രവൃത്തിയെ പരിമിതപ്പെടുത്തരുത് എന്നതാണ് എനിക്ക് മനസ്സിലായ സത്യം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. Can we do that? Impossible in our strength. How can we do that? പക്ഷെ നമ്മൾക്ക് പോസിബിൾ ആകുന്നത് ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോഴാണ്. That's my point. Praise the Lord. പിന്നെ അടുത്ത ഒരു വാക്യത്തിലേക്ക് ഞാൻ 35-ാം വാക്യം കൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഇപ്പൊ എന്താ അറിയാത്തെ? ഇപ്പൊ പ്രസംഗം മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിക്കുക. ശരിക്കു പറഞ്ഞാൽ ഇതൊഴികെ ബാക്കിയെല്ലാം ഉണ്ട്, അല്ലേ? ഇല്ലാത്ത ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, അപ്പൊ തെറ്റിദ്ധരിക്കല്ലേ, സ്നേഹം ഇല്ലെന്നല്ല, എല്ലാവരും തമ്മിൽ സ്നേഹമുണ്ട്. പക്ഷെ ഇവിടുത്തെ മെഷറിംഗ് റോഡ് കണ്ടോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇത് നാട്ടുകാര് കണ്ടിട്ട് പറയണം, ഇവർ യേശുവിന്റെ ശിഷ്യൻ. അപ്പൊ യേശുവിന്റെ അനുയായിയാണ്. ഐ ആം എ ഫോളോവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വേൾഡ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? കർത്താവ് വേൾഡ് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഷർട്ട് ഇടുമ്പോൾ, ഈ ചില നല്ല കമ്പനികളുടെ മാർക്കുണ്ട്. ഇപ്പൊ LP എന്ന് എഴുതിയിരിക്കുകയാണ്, ദാറ്റ്സ് ലൂയി ഫിലിപ്പ്. നമുക്കറിയാം, അല്ലേ? അത് ഐഡന്റിഫൈങ് മാർക്കാ. കാശ് കൊടുത്ത് അച്ചായം മേടിച്ചാണെന്ന് ഉടനെ ആളുകൾക്കതറിയാം. ഇതുപോലെ നാട്ടുകാർ നമ്മളെ കാണുമ്പോൾ യേശുവിന്റെ അനുയായിയാണെന്ന് ശബ്ദകോലാഹലത്തിലല്ല, ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്. അപ്പൊ അതിൽ അനുഗമനത്തിന്റെ പാതയാണ്. ഹി ഈസ് ഇൻവൈറ്റിംഗ് അസ് ടു ഇമിറ്റേറ്റ് ഹിസ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഇതെല്ലാം പിന്നീട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കാൻ നമുക്ക് അവസരങ്ങൾ കർത്താവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ്. 1 Peter chapter 4 and verse 1 നോക്കിക്കേ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. അഗെയിൻ പീറ്ററിന് പറയാനുള്ളത്, ജീസസ് ഈസ് ദ മോഡൽ. ഇനി 1 യോഹന്നാൻ 2:6 കർത്താവിനെ ആഴമായി സ്നേഹിച്ച ദി അപ്പോസ്റ്റൽ ജോൺ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. കർത്താവും സ്നേഹിച്ച ശിഷ്യൻ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ വാക്യം നോട്ട് ചെയ്തിട്ടുണ്ടോ? ഓ, ഞാൻ വേർപെട്ട സമൂഹത്തിലാണ്, ഞാൻ വലിയ വിശ്വാസിയാണ്, ഞാൻ ഓക്കെ. ദ ടോക്ക് ഇസ് ഫൈൻ, ബട്ട് വാട്ട് അബൌട്ട് ദ വാക്ക്? അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ, we claim that we are children of God, we study the scriptures. അങ്ങനെയാണെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പൊ ഇതാണ് ഡിസൈപ്പിൾഷിപ്പ്. ഞാൻ
നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. നോട്ട് ജസ്റ്റ് കൺവേർട്സ്, നോ. സുവിശേഷീകരണം തന്നെ നടക്കുന്നത് ആളുകളെ ശിഷ്യരാക്കാൻ, യേശുവിന്റെ അനുയായികളാക്കാൻ, യേശുവിന്റെ എക്സാമ്പിൾ ഫോളോ ചെയ്യുവാൻ, യേശുവിനെ പോലെ അനുദിനമായി രൂപാന്തരപ്പെടുവാൻ. അത് 1 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ 25 വർഷം കൊണ്ടോ നടക്കുന്നതല്ല. ലിറ്റിൽ ബൈ ലിറ്റിൽ, എവ്രി ഡേ ബീങ് കൺഫോംഡ് ടു ദ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാ ദിവസവും മരണം വരെ നടക്കേണ്ടതാണ്. പിന്നെ എന്നാ പെർഫെക്റ്റ് ആകുന്നത്? 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം, one day we will meet him face to face and then we will be like him. അന്ന് വരെ ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. We are justified by faith. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ. സാങ്ക്ടിഫിക്കേഷൻ ഒരു പ്രോസസ്സാണ്. മരണ ദിവസം വരെ അത് നടക്കും. ആ സാങ്ക്ടിഫിക്കേഷന്റെ പ്രോസസ്സിനെ നമ്മൾ ശിഷ്യത്വ പാഠമായിട്ട് തന്നെ എടുക്കണം. എവ്രി ഡേ ബീങ് കൺഫോംഡ് ഇൻ ടു ദ ലൈക്ക്നെസ്, ഇൻ ടു ദ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ വലിയ ദൗത്യമാണ് ദൈവസഭ ചെയ്യേണ്ടത്. ദിസ് ഇസ് പാർട്ട് ഓഫ് ദ ഗ്രേറ്റ് കമ്മീഷൻ. മേക്ക് ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്, ലേണേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. സകല മനുഷ്യരെയും സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് കൊണ്ടുവന്ന് അവരെ യേശുവിൻ്റെ അനുയായികളാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രാദേശിക സഭയെക്കുറിച്ച് ഇതിനൊരു എഫേർട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ വി ആർ മിസ്സിംഗ് ദ പോയിന്റ്. കർത്താവ് വെച്ച ഗ്രേറ്റ് കമ്മീഷന്റെ ഒരു ഭാഗമാണ് നമ്മൾ അനുസരിക്കുന്നത്, സുവിശേഷീകരണം ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ മറുഭാഗം ക്രമീകൃതമായ ഒരു ട്രെയിനിങ് ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും ആ കൽപ്പന അനുസരിക്കാത്തവരാണ് എന്ന് ദുഃഖത്തോടെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ റെക്ടിഫൈ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യട്ടെ. മേക്ക് ഡിസൈപ്പിൾ, ശിഷ്യരാക്കണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ശിഷ്യനാകുന്നില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പൊ എത്രയോ വർഷങ്ങളായി, എല്ലാം തികഞ്ഞ കർത്താവിനെ പോലെയായോ? നോട്ട് അറ്റ് ഓൾ. നമ്മുടെ ചിന്ത, നമ്മുടെ മനോഭാവം, നമ്മുടെ നോട്ടം, നമ്മുടെ ഇടപാട്, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ, എന്തെല്ലാം കാര്യം ഇനിയും ക്രമീകരിക്കപ്പെടാനുണ്ട്. അപ്പൊ മേക്കിംഗ് ഡിസൈപ്പിൾ, ദാറ്റ്സ് എ ടഫ് ജോബ്. ദൈവവചനം പറഞ്ഞു കൊടുത്ത് അത് സ്വീകരിക്കുന്ന ആളുകൾ ആത്മാവിന്റെ ശക്തിയോടെ ആ ക്രമീകരണത്തിലേക്ക് നയിക്കപ്പെടുക ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അപ്പൊ ശരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ദ ചർച്ച്? ഒരു പ്രാദേശിക സഭയുടെ ലക്ഷ്യമെന്താ? നിങ്ങൾ മിക്ക വിശ്വാസികളോട് ചോദിച്ചാൽ ദേ ഹാവ് നോ ക്ലൂ. അതെന്താണ്? നമ്മൾ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ദൈവസഭകളുടെ, ഐ എം ടോക്കിംഗ് അബൌട്ട് ലോക്കൽ ചർച്ചസ്, വാട്ട് ഈസ് ദ ഗോൾ? യേശു എന്താണ് വെച്ചിരിക്കുന്നത്? മേക്ക് ഡിസൈപ്പിൾസ്. തിരിച്ചൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഗോൾ ഓഫ് എ ഡിസൈപ്പിൾ? ഒരു ശിഷ്യന്റെ ലക്ഷ്യം എന്താ? നമ്മൾ ശിഷ്യരാന്നൊക്കെ ക്ലെയിം ചെയ്യും, അല്ലേ? ഇപ്പൊ ഈ മീറ്റിംഗ് കഴിഞ്ഞു, അല്ലെ 2-3 ക്ലാസ് കഴിഞ്ഞ് പറയും, ഐ ആം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ഓക്കെ, then what's your goal? To become like Jesus Christ. Amen. Okay, the goal of the church is to make disciples. The goal of a disciple is to become like his or her master, our Lord Jesus Christ. ഇനി ഇതെങ്ങനെയാണ് ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ ചെയ്തത്? ഇന്നത്തെ പോലെ അല്ലായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് ആ ഫോളോ എന്നുള്ള വാക്ക് ഈ സ്റ്റഡിയിൽ കൊണ്ടുവന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിർത്തിവെച്ചെടുത്ത് ഞാൻ ഇപ്പോൾ ഒന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്, ഒരല്പം ഡീറ്റെയിലേക്ക്. കാരണം ശിഷ്യത്വം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ പ്രാധാന്യതയുടെ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ആവേശമുണ്ട്.
എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ലോകത്തിൽ ഒരുപാട് പേര് അറിഞ്ഞാണോ അറിയാതെയാണോ, ഐ റിയലി ഡോണ്ട് നോ, വചനമല്ല ബ്രദറെ നമുക്ക് ആവശ്യം. എന്തായി പറയുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള അറിവില്ലാതെയുള്ള ഡയലോഗുകൾ അടിച്ച് അനേക നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ തെറ്റിക്കുകയാണ്, യൗവനക്കാരെ തെറ്റിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനത്തെ റീപ്ലേസ് ചെയ്യാൻ എന്തിനെങ്കിലും കഴിയുമോ? പരിശുദ്ധാത്മാവ് വചനത്താലല്ലേ ആളുകളെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നത്? വചനത്താലല്ലേ ക്രിസ്ത്യൻ മാച്യൂരിറ്റിയിലേക്ക് വരുന്നത്? എല്ലാം ദൈവത്തിന്റെ വചനമല്ലേ? വചനമല്ലേ അടിസ്ഥാനം. ഹൗ ക്യാൻ someone say that we don't need the word of God anymore? വളരെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ അത് കാണുന്നത്. നോട്ട് ജസ്റ്റ് ഇമ്മച്വർ, ഇറ്റ് ഈസ് ടോട്ടലി ഫോൾസ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡിസൈപ്പിൾ എന്ന വിഷയത്തോട് ചേർന്ന് നിന്ന് ഈ കർത്താവിന്റെ കൽപ്പന സ്വീകരിച്ച ആദ്യ നൂറ്റാണ്ടിലെ സഭ, അവര് ഈ രണ്ട് നാണയത്തിന്റെ രണ്ട് വശം അവർ പ്രാക്ടീസ് ചെയ്തത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ദ ഫസ്റ്റ് ചർച്ച് വാസ് ദ ജെറുസലേം ചർച്ച്. ഇവാഞ്ചലിസം അവർ ചെയ്തു, അവിടെ കൊണ്ട് നിർത്തിയില്ല. 3000-ഓളം ആളുകൾ രക്ഷപ്പെട്ട് അകത്ത് കയറിയപ്പോൾ അവർ ചെയ്ത നാണയത്തിന്റെ മറുവശം ശിഷ്യരാക്കുന്നു, ടീച്ചിങ്സ് കൊടുക്കുക, അപ്പോസ്തലിക് ഡോക്ട്രിൻസ് പഠിപ്പിക്കുക. ഇത് രണ്ടും ചർച്ചിൽ ഉണ്ടാകണം. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ അത് പറഞ്ഞ സമയത്താണ് നെറ്റിന് പ്രോബ്ലം ഒക്കെ ഉണ്ടായി. വി ഹാഡ് ടു ക്ലോസ് സഡൻലി. അപ്പം അന്ന് പറയാത്ത പല കാര്യങ്ങളാണ് ഇന്ന് പ്രാരംഭത്തിൽ ഞാൻ പറയുകയുണ്ടായ. ഇപ്പോൾ ഐ പിക്ക് ഇറ്റ് അപ്പ് ഫ്രം ദേർ ആൻഡ് ദെൻ ദൈവവചനത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളത്തിൽ താല്പര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇംഗ്ലീഷിൽ NIV translation, they devoted themselves to the apostles' teaching and to fellowship, to the breaking of bread and to prayer. അപ്പം അവർ എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത്. അവർ ആരാണ്? ഇവർ. ഇപ്പൊ യെരുശലേം സഭയിൽ ദൈവവചനം പഠിപ്പിച്ചെന്ന 2-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം കൂട്ടായ്മ ഉണ്ടായിരുന്നു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. യെസ്, they were devoted to all four of whatever is mentioned there. ഇത് എപ്പോഴാണ് അവർ ചെയ്യുന്നത്? 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ, ആദ്യത്തെ 4 വാക്യങ്ങളിൽ വാഗ്ദത്തമാം പരിശുദ്ധാത്മാവ് കാത്തിരുന്ന 120-ഓളം ആളുകളുടെ മേൽ വരുന്നു. അവരെല്ലാം അന്യഭാഷയിൽ സംസാരിക്കുന്നു. അപ്പോൾ അനേകരെ ഓടിക്കൂടുന്നു. കുറച്ചുപേര് കളിയാക്കി, കുറച്ചുപേരെ പറഞ്ഞു നോ, ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ അവർ പ്രസ്താവിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 14-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെ പീറ്ററിന്റെ പ്രസംഗമാണ്. അത് മാത്രമല്ല, അത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. എന്നാലും ആ ഇവാഞ്ചലിസം നമുക്ക് അവിടെ കാണാൻ കഴിയും. നാണയത്തിന്റെ ആദ്യത്തെ വശം പീറ്റർ ക്രൈസ്റ്റ് സെന്റേർഡ് പ്രീച്ചിങ് നടത്തുക. അപ്പം മാർക്കും ലൂക്കും എല്ലാം ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ പറഞ്ഞു, ഇവാഞ്ചലിസത്തിനാണ് എംഫസിസ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് മാനസാന്തരവും പാപമോചനവുമാണ് പ്രസംഗിക്കേണ്ടത്. അതൊക്കെ ഇപ്പൊ നമ്മുടെ വേദികളിൽ നിന്ന് പോയി. മാനസാന്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പോലും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഉള്ള അനുഭവത്തിലാണ് പലരും നടക്കുന്നത്. പാപമോചനം എങ്ങനെ കിട്ടും? നോ ക്ലാരിറ്റി. ക്ലാരിറ്റി ഉള്ളവർക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസം 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനോട്, അവൻ ഗൾഫിൽ നിന്ന് വന്നതാണ്, അല്പസമയം ഞാൻ അവനുമായിട്ട് സംസാരിച്ചപ്പോൾ I asked him about the gospel. What is his understanding about the gospel?
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അന്തം വിട്ടുപോയി. റോമാലേഖനത്തെ ആധാരമാക്കി വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് ഭംഗിയായിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഓനെ ഇത് നീ പറഞ്ഞല്ലോ, ഇത് നീ വിശ്വസിക്കുന്നുവോ യേശുവിൽ? He said yes. അപ്പൊ അങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പൊ അതൊക്കെ മാതാപിതാക്കളുടെ ആ ട്രെയിനിങ് ആണെന്നുള്ളതിന് യാതൊരു സംശയവും എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം 2-ാം അധ്യായത്തിന് 14 മുതൽ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു, ആളുകൾ ഓടിക്കൂടി, വലിയ ശബ്ദം കേട്ടുകൊണ്ട് ഓടിക്കൂടി. അപ്പൊ ആദ്യം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യോവേൽ പ്രവചനം 2-ാം അധ്യായത്തെ ഉദ്ധരിച്ചുകൊണ്ട് പീറ്റർ അവരുടെ എക്സ്പീരിയൻസുകളെ അവർക്ക് ദൈവവചനത്തിൽ നിന്ന് തെളിയിക്കുകയാണ്. അത് കഴിഞ്ഞ് 22 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ക്രൈസ്റ്റ് സെന്റേഡ് ആയിട്ടാണ് പ്രസംഗിക്കുന്നത്. 22-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജീവിതവും ശുശ്രൂഷയും, 23-ാം വാക്യത്തിൽ യേശു കർത്താവിന്റെ മരണം, 24 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ കർത്താവിന്റെ ഉയർത്തൽ. സീ, ക്രൈസ്റ്റ് സെന്റേഡ് മെസ്സേജ് ആണ് ശരിക്കും സുവിശേഷത്തിൽ. ഇത് അവിടെ ആദ്യത്തെ പെന്തക്കോസ്തിലെ പ്രസംഗത്തിൽ നിന്ന് ചിരിപ്പിക്കുകയല്ല. നോ, ഇതൊക്കെ ദൈവമക്കൾ മനസ്സിലാക്കണം. ചിരിപ്പിക്കുകയല്ല അവിടെ, വേറെ ഒരു പരിപാടിയുമല്ല. പീറ്റർ ഇസ് പ്രീച്ചിങ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ദി എക്സോൾട്ടേഷൻ ഓഫ് ജീസസ്. എന്നിട്ട് 37 മുതലുള്ള വാക്യങ്ങളിലാണ് ക്രിസ്തുവിലൂടെയുള്ള സാൽവേഷന്റെ കാര്യം. അവർ ചോദിക്കുന്നു, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? പീറ്ററോടെ മറുപടി പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് പിന്നെയും കുറെ കാര്യങ്ങളൂടെ അവരോട് പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 41-ാം വാക്യത്തിൽ വരുമ്പോഴാണ് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേൽക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇനി എന്താണ്? സുവിശേഷീകരണം നടന്നു, ആളുകൾ യേശുവിനെ സ്വീകരിച്ചു. പാരമ്പര്യ യഹൂദൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു. They are born again. They are born into the kingdom of God. What next? അവിടെയാണ് 2:42. അപ്പോസ്തോലിക നേതൃത്വം ദൈവവചനം പഠിപ്പിച്ചു. ശരിക്കും ആ ഭാഗം നമ്മൾ പഠിച്ചാല്, ഇപ്പം ദേ ഡിവോട്ടഡ് ദംസെൽവ്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ, ഡിവോട്ടഡ് എന്നുള്ള വാക്കൊന്നും നമുക്ക് മലയാളത്തിൽ ഒരു പക്ഷെ കാണത്തില്ല. അത് വേറെ തർജ്ജമകളിൽ കണ്ടിന്യൂവലി ടീച്ചിങ് എന്നൊക്കെയുള്ളത് നമുക്ക് കാണാൻ കഴിയും. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് അവർക്ക് ഈ ഒരു അനുഭവമായിരുന്നു. ആത്മീക നേതൃത്വം പുതിയതായിട്ട് കൺവേർട്ട് ചെയ്ത ആളുകളെ സ്ഥിരമായി അപ്പോസ്തോലിക ഉപദേശം പഠിപ്പിച്ചു. അതെന്താ? ഒരു പക്ഷെങ്കിൽ യേശുവിന്റെ ജീവിതം, യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ പഠിപ്പിക്കൽ, സുവിശേഷം എന്നിത്യാദി കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് വളരെ കൃത്യമായിട്ട്. ഇറ്റ് വാസ് ഹാപ്പനിങ് ഡെയിലി. അല്ല, വൺസ് ഇൻ എ വൈൽ ദേ ജോയിൻ ടുഗദർ ആൻഡ് ദേ ഹാഡ് 1 or 2 ക്ലാസ്സസ് എന്ന അർത്ഥത്തിലല്ല ഞാൻ ആ 42-ാം വാക്യത്തെ കാണുന്നത്. സഭാ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തം കണ്ടില്ലേ? കണ്ടിന്യൂലി ടീച്ചിങ്. അപ്പൊ നമ്മൾ ജനത്തോട് ചോദിക്കുക, അവരെന്തിനാണ് എന്നും സഭയിൽ വരുന്നത്? ടു ലേൺ ദ വേർഡ്. അപ്പൊ നമ്മൾ സഭയിലെ ഈ നേതൃത്വത്തോട് പറയും, എന്താണ് നിങ്ങൾക്ക് ഇത്ര ആളുകളെ കിട്ടിയില്ലേ? വൈ ആർ യു സ്ട്രഗ്ലിംഗ്? ഉറപ്പാണ് അവർ മറുപടി പറയും, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഞങ്ങൾക്ക് തന്ന കൽപ്പനയാണ്, മഹാനിയോഗമാണ്. കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത് മുഴുവനും ഈ പുതിയ കൺവേർട്സിനെ പഠിപ്പിച്ച് യേശുവിന്റെ ശിഷ്യരാക്കണം. And therefore we are teaching them the word of God. ഇത് ആദ്യ നൂറ്റാണ്ടിലെ ആദ്യത്തെ ചർച്ചിന്റെ കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട്. അപ്പൊ അവരുടെ പ്രയോറിറ്റി എന്താണ്? പ്രയോറിറ്റി വേർഡ് പഠിക്കുക, ലീഡർഷിപ്പ് വേർഡ് പഠിപ്പിക്കുക, അപ്പോസ്തോലിക് ഡോക്ട്രിൻ. അപ്പൊ ഇതിനകത്തു നിങ്ങൾ മനസ്സിലാക്ക്, ചർച്ചിനെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ദിസ് ഇസ് എ പ്ലേസ്, ദ ചർച്ച് ഇസ് ദ പ്ലേസ് where we have to teach the word, preach the word,
ആളുകളെ, അവരുടെ അകത്തെ മനുഷ്യന് ആരോഗ്യം വന്ന്, ആരോഗ്യം എന്താ? അകത്തെ മനുഷ്യന്റെ ആരോഗ്യം എന്താ? ബിക്കമിങ് മോർ ലൈക്ക് ക്രൈസ്റ്റ്. അല്ലാതെ പഫ്റ്റപ്പായി കുറെ ഇൻഫർമേഷൻ കിട്ടുകയല്ല. ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകും തോറും ആത്മീക പക്വതയിലേക്ക് വരിക. ഐ ടെൽ യു, 80 വയസ്സുള്ള ബേബീസ് ഉണ്ട്, 80 വയസ്സ് പ്രായമുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ട് 50 വർഷമായി, പക്ഷേ ബേബിയാണ്, നോ മെച്യൂരിറ്റി. അതെന്താ? ഇപ്പോഴും മൂക്കലാണ് കോപം, ഇപ്പോഴും സകല രാഷ്ട്രീയ കാര്യത്തിനും ഉണ്ട്, ക്രയവിക്രയത്തിൽ ക്രമക്കേടുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഇസ് ദാറ്റ്? എന്നാൽ 25-30 വർഷം പ്രായമുള്ള, 40 വർഷം പ്രായമുള്ള മെച്യൂർ ആളുകളുണ്ട്. അതെങ്ങനെയാ? ദേ ആർ ഫോളോയിങ് ക്രൈസ്റ്റ്. അതിനുള്ള ടീച്ചിങ് അവർക്ക് കിട്ടുന്നുണ്ട്. ആത്മാവിന്റെ ശക്തിയോടെ അവരവരുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നു. ജഡത്തെ അനുദിനം മരിപ്പിച്ച് ക്രൂശ് എടുത്തവർ അനുഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന വാക്കാണ് ഞാന്. അപ്പൊ ചർച്ചിൽ വരുന്നത് അതിന്. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ പുതിയ കൺവേർട്സിന്റെ, ഈ ആദ്യത്തെ സഭയില് ഈ ഫ്രഷ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ എന്താ എടുത്തു പറയാനുള്ളത്? വാട്ട്സ് ദ മെയിൻ മാർക്ക്? അവർ പഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാ. വേർ ഈസ് ദ ബൈബിൾ ടീച്ചിങ് ടുഡേ? അന്നേരമായി അവശബ്ദം കേൾക്കുന്നത്, ഇറ്റ്സ് നോട്ട് ദ വേർഡ് ദാറ്റ് വി നീഡ്. കം ഓൺ, ഇത് ദൈവത്തിന്റെ വചനമല്ലേ? അപ്പോസ്തലന്മാര് ചെയ്തതല്ലേ ഇത്? Being obedient to their master, our Lord Jesus Christ. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവമക്കളോട് പറയാം, പ്രാദേശിക സഭയിലെ ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ശരിക്കും പരിശുദ്ധാത്മാവ് നിയോഗിച്ച ഒരു മൂപ്പനാണെങ്കിൽ, ഒരു പാസ്റ്റർ ആണെങ്കിൽ, he will teach God's word. അത് പൗലോസിന്റെ പാസ്റ്റോറൽ എപ്പിസൽസിൽ ശുശ്രൂഷകരുടെ ക്വാളിഫിക്കേഷൻസ് പറയുമ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ള 2 വാക്യം ഞാൻ വായിക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യവും, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യം. 2 ലിസ്റ്റുകളാണ് പാസ്റ്റേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ. എഫെസോസിൽ ശുശ്രൂഷ ചെയ്യുന്ന തിമോത്തിയും ക്രയത്തയിൽ ശുശ്രൂഷ ചെയ്യുന്ന ടൈറ്റസിനും. അപ്പൊ ഈ 2 ലിസ്റ്റിൽ ഓവർലാപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിനെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നാൽ, ആ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ ഒരു പാസ്റ്ററുടെ ഫാമിലി ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പാസ്റ്ററുടെ സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം അവിടെ പറയുന്നുണ്ട്. ഒരു ലീഡറിന്റെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരിക്കണം പറയുന്നുണ്ട്. പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരിക്കണം അവിടെ പറയുന്നുണ്ട്. 5-ാമത് ഒറ്റ കാര്യം മാത്രമേ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ളൂ. വൺ മേജർ തിങ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 1 തിമോത്തിയിൽ അതിന്റെ 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. അടിസ്ഥാനപരമായി പ്രാദേശിക സഭയിലെ ഉപദേശിയുടെ പണി പരിശുദ്ധാത്മാവ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ നോക്കിക്കേ, 1-ാം അധ്യായത്തിന്റെ അതിന്റെ 9-ാം വാക്യം, പത്യോപദേശത്താൽ പ്രബോധിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. He must believe in that and he must be able to exhort. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് അനേകയിടത്ത് ലോക്കൽ ചർച്ചസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഡിസൈപ്പിളിങ് നടക്കുന്നില്ല.
എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ജനറലായിട്ട് സഭയെ അനുഗ്രഹിക്കണം, സഭയെ അനുഗ്രഹിക്കണം. Come into അതിന്റെ റിയൽ കാര്യത്തിലേക്ക് വാ. Lord, discipling is not being done. We are disobedient to one part of the Great Commission. We feel the burden in our heart and we are willing to pray. പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. What to pray? Oh, bless the church and bless the church and bless the church. പിന്നെന്താ? സാങ്ച്വറിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫൈൻ, ഒരു കുഴപ്പമില്ല. But what about this? ഉയർത്തെഴുന്നേറ്റ കർത്താവിന് സാങ്ച്വറിയുടെ നീളവും വീതിയുമല്ല. 30x70 പണിയണം, AC ആയിരിക്കണം. ഇതൊന്നുമല്ല ഉയർത്തെഴുന്നേറ്റ കർത്താവിന് പറയാനുള്ളത്. You go and preach the gospel. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. സ്നാനപ്പെട്ടിട്ട് തീരുകയല്ല. Teach them everything that I commanded you and make them my disciples. Disciple എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ I tried to explain very briefly. One who follows Christ without questioning, like a student, like a learner, taking the same path that Jesus took. നമ്മൾ ശരിക്കും അനലൈസ് ചെയ്താൽ ഇന്നത്തെ ചർച്ചുകൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ? Where do we stand? ഇതാണ് നമുക്ക് മാറ്റം വരാഞ്ഞതുകൊണ്ട് what gospel are we going to tell our children? നമ്മൾ ശിഷ്യത്വത്തിലേക്ക് നടന്നില്ല. ലോകവും ലോകമോഹവും നമ്മെ സ്വാധീനിച്ചു. പലയിടത്തും നമ്മൾ കോംപ്രമൈസ് വരുത്തി. ക്രിസ്തുവിന്റെ പാതയല്ല. We know what we are doing is wrong, yet we continue in sin, in wrong. അല്ലേ? ഒരു മാനസാന്തരം, ഒരു മടങ്ങി വരവ് നമുക്ക് ഉണ്ടാകട്ടെ. ഈ ക്ലാസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, let us look at Jesus Christ and him alone. യേശുവിനെ നോക്ക്. ക്രൈസ്റ്റ് ലൈക്നെസ് അല്ലാത്തത് മുഴുവനും പാപമാണ് പ്രിയരെ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് to be conformed to the nature of Jesus. ഇവിടെ പറയുന്നു യെരുശലേം സഭ അവർ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്ക്, ആത്മനിറവുള്ള ഒരു ദൈവസഭയുടെ പല അടയാളങ്ങളുണ്ട്. എന്നാൽ ഇവിടെ കാണുന്ന ഒരു എവിഡൻസ് എന്താ? ആത്മാവ് ഈ സഭയിലുണ്ട്, കർത്താവ് ഈ സഭയിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് അപ്പോസ്റ്റോളിക് ടീച്ചിങ്. അത് മാത്രമല്ല, അവിടെ തന്നെ പറയുന്നുണ്ട്, അപ്പം നുറുക്കലുണ്ട്, കൂട്ടായ്മയുണ്ട്, പ്രാർത്ഥന, കോർപ്പറേറ്റ് പ്രേയർ. എന്നാൽ നമ്മൾ അതിന്റെ ഫസ്റ്റ് കാര്യമാണ് devoted to apostolic teaching. That is one of the marks of a spirit-filled church. അപ്പൊ ആത്മാവ് വരെ വചനത്തിലേക്കാണ് നടത്തിയത്, അല്ല വചനത്തിൽ നിന്ന് അകറ്റുകയല്ല. Spirit-filled apostles who were full of the Holy Spirit were led to teaching the word of God. And spirit-filled people came to learn from the leaders, the apostles. അല്ലാതെ എനിക്കിപ്പോ ഭയങ്കര ആത്മാവിന്റെ കൃപയാണ്, അതുകൊണ്ട് വചനം വേണ്ട ബ്രദറെ. What are you talking? No, 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 no. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അപ്പോസ്തലന്മാർക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞ എന്തോ അനുഭവമാണ്? പെട്ടെന്ന് കൊടിയ കാറ്റിന്റെ ശബ്ദം. 2, അഗ്നിനാവുകൾ പോലെ പിളർന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ വന്ന് പതിഞ്ഞു. 3, അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകൾ അവർ സംസാരിച്ചു. അവർ സംസാരിച്ച ആ ഗിഫ്റ്റ് ഓഫ് ലാംഗ്വേജ് മറ്റുള്ളവർ കേട്ട് അന്തം വിട്ടു. ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഇൻ ഫോറിൻ ലാംഗ്വേജസ്. ഓക്കെ, ശ്രേഷ്ഠമേറിയ ആത്മാവിന്റെ അപാരമായ പ്രവർത്തനമുണ്ടായ ആളുകൾ പറയുന്ന എന്താണ് അവർ ചെയ്യുന്നത്?
They are coming to teach the word of God. അല്ലാതെ തിയോളജി വേണ്ട ബ്രദറെ, നമുക്ക് തീ മതി, തിയോളജി വേണ്ട. കൊള്ളാം. നമ്മുടെ കണ്ണ് തുറക്കട്ടെ. ഇത് അവര് വചനം പഠിപ്പിക്കാൻ കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് കൊടുത്ത നിർദ്ദേശമാണ്. അതുപോലെ മനസ്സിലാക്കണം, ഈ രക്ഷിക്കപ്പെട്ട്, ഈ സ്നാനപ്പെട്ട്, ഈ പുതിയ കമ്മ്യൂണിറ്റിയോട് ചേർന്നിരിക്കുന്ന ആളുകൾ അവരാത്മനിറവ് പ്രാപിച്ച് കാണാനാണ് സാധ്യത. ബിക്കോസ് ആ വേർഡിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവരും ചിന്തിച്ചില്ല, ഈ വിശ്വാസികൾ, ബ്രദറെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ടീച്ചറാണ്, ഇനി കൂടുതലൊന്നും ഞങ്ങളോട് പറയണ്ട. നോ, ദുരുപദേശത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. അത് തെറ്റാണ്, ശരി ഏതാണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ. അല്ലെങ്കിൽ we need spirit filled teachers of the word of God. സ്തോത്രം. നമ്മുടെ ടൈം ഏതാണ്ട് ക്ലോസിംഗിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. യെരുശലേം സഭ എന്ന ഈ ആദ്യത്തെ സഭയിൽ ഞാൻ കുറെ റെഫറൻസ് തരാം. ഈ ചർച്ച് ദൈവവചനത്തിന് കൊടുത്ത പ്രാധാന്യത, നിങ്ങൾ എങ്ങും പോകണ്ട, അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിച്ചേച്ചാ മതി. 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 36 വരെ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു, പീറ്ററിന്റെ പ്രസംഗം. 3-ാം അധ്യായം 12 മുതൽ 26 വരെ പീറ്ററിന്റെ 2-ാമത്തെ പ്രസംഗം. എപ്പോഴാ സാഹചര്യം എന്നുള്ളത് അറിയാമല്ലോ. 40 വയസ്സോളം പ്രായമുള്ള ഒരു മുടന്തൻ അത്ഭുതകരമായി നടന്നു കഴിഞ്ഞ് ആളെല്ലാം കൂടെ കൂടിയപ്പോ കളിതമാശ അല്ല പറഞ്ഞത്, ഹി പ്രസന്റഡ് ക്രൈസ്റ്റ്. പിന്നെ ആളുകൾ അവിടെ കൺവേർട്ടഡ് ആയി. അപ്പോസ്തല പ്രവൃത്തി 4:20 ശക്തമായ പ്രതികൂലത്തിന്റെ നടുവിൽ നോക്കിക്കേ, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. താക്കീത് കൊടുത്തപ്പോൾ ത്രെറ്റിന്റെ നടുവിൽ പറയാ, we will preach. 4-ാം അധ്യായത്തിന്റെ 29 മുതൽ 33 വരെ ഭയങ്കര പ്രതികൂലം ഉണ്ടായപ്പോൾ അവര് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ അവന്റെ മേൽ ഇടിവെട്ടണമേ എന്നല്ല, give us boldness to preach the word. ഇതായിരുന്നു യെരുശലേം സഭ ദൈവവചനത്തിന് കൊടുത്ത പ്രയോറിറ്റി, പ്രാധാന്യത. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാൽ നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പോഴാണ് ഹോളി സ്പിരിറ്റിന്റെ ഒരു ഔട്ട്പോറിംഗ് അവരുടെ മേലുണ്ടായി. പിന്നെ അവർ പ്രാഗൽഭ്യത്തോടെ ദൈവവചനം ശുശ്രൂഷിക്കുവാനായി പിന്നെയും പോകുന്നു. Nothing could stop them because of the power of the Holy Spirit. They spoke the word boldly. 5-ാം അധ്യായം 20-21 വാക്യത്തിൽ മിറാക്കുലസ് ആയിട്ട് ഒരു ദൂതൻ ജയിലിൽ നിന്ന് ദൈവദാസന്മാരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. എന്തിനാണ്? നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. 5-ന്റെ തന്നെ 42 ഓക്കെ. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രശ്നം വരുംതോറും they preached it house to house. ഞാൻ ഇപ്പോൾ പറയുന്നത് ശിഷ്യത്വം എന്നതിൽ നിന്ന് ഒരല്പം നമ്മളൊന്ന് ബ്രാഞ്ച് ചെയ്തിട്ട് ദൈവവചനത്തിന്റെ പ്രാധാന്യത, യെരുശലേം സഭയിൽ വചനത്തിന് കൊടുത്ത സ്ഥാനം, 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 4-ാം വാക്യവും ഞാൻ അവിടെ ഒന്നും വായിക്കാൻ നിൽക്കുന്നില്ല. യെരുശലേം സഭയുടെ ലീഡർഷിപ്പ് പറയുകയാണ്, ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ഞങ്ങൾ ഉറ്റിരിക്കും. Devoted to the word ministry, preaching and teaching the word. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവരുടെ ഡീക്കൻ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം കേട്ടോ, വേദോസ്തവത്തിലെ ഭാഷയല്ലേ, പിന്നെ നാളെ അതെന്ത് എന്ന് ചോദിക്കരുത്. കമ്മിറ്റി അംഗം ആത്മനിറവുള്ളവനായിരുന്നു സ്റ്റീഫൻ.
എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. He was a mighty preacher. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് 7-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെ കൊണ്ടുപോവുക. എന്ത് കിട്ടി എന്നിട്ട് പ്രസംഗിച്ചിട്ട് ഏറ് കിട്ടി താഴെ വീണു. പക്ഷേ അദ്ദേഹം കാണുകയാണ് our Lord Jesus Christ standing to receive him. Spirit-filled people, they gave importance to the word of God. ഇന്ന് നേരെ തിരിച്ചാണ്. Spirit-filled people ആണെന്ന് പറയുന്നവർ പറയാ no need of the word. That is absolutely wrong. We are all for healings. കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, praise the Lord. പക്ഷെ രക്ഷിക്കപ്പെടണമെങ്കിൽ ഗോസ്പല് ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ കാതുകളിൽ വന്ന് ഹൃദയത്തിൽ ആത്മപരിവർത്തനമുണ്ടായി യേശുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിച്ച് വെക്കൂ. ദൈവവചന കേൾവിയാലാണ് സംഭവിക്കുന്നത്. മെച്യൂരിറ്റിയിലേക്ക് വരണമെങ്കിൽ ദൈവവചനത്തിലൂടെ ക്രിസ്തുവിനെ കാണണം. ഇറ്റ് ഈസ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ് that we come into maturity. അപ്പോസ്തലപ്രവൃത്തി 8:4 ഈ വലിയ പീഡനം വന്നപ്പോൾ യെരൂശലേം സഭയിൽ നിന്ന് ആളുകൾ സ്കാറ്റർഡായി. അവരെന്ത് ചെയ്തു? ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഗ്രേറ്റ് കമ്മീഷന്റെ ഭാഗമാണ് ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പ്. ഡിസൈപ്പിൾഷിപ്പ് അവഗണിക്കപ്പെടുന്നു എന്നത് നമുക്ക് ഇതിനകത്തുനിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദാറ്റ് വാസ് നോട്ട് ദ പാറ്റേൺ ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്. ജെറുസലേം ചർച്ച് മാത്രമല്ല, എനിക്ക് വേറെ ചർച്ചുകളെ കുറിച്ച് പറയാനുണ്ട്. അവിടെ ജെറുസലേം ചർച്ചിന്റെ കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞതാണ്. അവർക്ക് കൺവേർട്സ് ഉണ്ടായല്ലോ, അവര് സുവിശേഷീകരണം ചെയ്തു, ആളുകളൊക്കെ വന്നു, ആയിരക്കണക്കിന് ആളുകൾ വന്നു. പക്ഷെ അതുകൊണ്ട് നിർത്തിയില്ല. They taught them the word so that they will become disciples of Jesus. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ എൻ്റെ വാക്കുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ ഏകദേശം 30ഓളം വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. എളിയവനായി എനിക്ക് കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യാം. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. എനിക്കുണ്ടായിരുന്ന ഔദ്യോഗിക ജോലിയെല്ലാം ഞാൻ രാജിവെച്ചിട്ട് ഞാൻ സുവിശേഷ വേല എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു കൃത്യമായിട്ട് പറയാൻ മറുപടിയില്ല. ആവശ്യമായിരുന്നു. ചില ദൈവദാസന്മാരുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചു. എനിക്കറിയാമെന്ന നിലയിൽ ഞാൻ പ്രസംഗിച്ചു. ആത്മനിറവിൻ്റെ അനുഭവം എനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഇന്നറിയപ്പെടുന്ന സകല ഉണർവ് ഇടങ്ങളിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് ആരോടും ഒരു അസൂയ ഉണ്ടായിട്ടല്ല, ഇവിടെ എല്ലാം പോയി പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവിൻ്റെ കണ്ണ് തുറന്നിട്ട് എന്നെ മനസ്സിലാക്കി തന്നത്, ദൈവസഭയിൽ വചനം പഠിപ്പിക്കണം, ആളുകളെ ശിഷ്യരാക്കണം. എൻ്റെ ഹൃദയത്തിൽ അത് ആഴമായി പതിഞ്ഞു. ഞാൻ ടേൺ ചെയ്തു. ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് ദ വേർഡ്. പല വേദികൾ പലയിടത്തു നിന്നും ആളുകൾക്ക് പിന്നെ ഈ ഉണർവ് സംഘങ്ങൾ അവർ വിളിക്കില്ല. കാരണം അവരുടെ ചീട്ട് കൊട്ടാരങ്ങൾ തകർന്നു പോവുകയാണ്. എനിക്കത് വിഷയവുമല്ല. സത്യം ഗ്രഹിച്ചതും മനസ്സിലായതും ഞാൻ പിന്നീട് പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ശുശ്രൂഷയിൽ ഉണ്ടായതിൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഡിസൈപ്പിളിങ്ങിനെ കുറിച്ച് ആഴമായി ചിന്തിക്കാൻ തുടങ്ങിയത്. എനിക്ക് മനസ്സിലായി, നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് തീർച്ചയായിട്ടും സ്വർഗത്തിൽ കർത്താവ് കൊണ്ടുപോകും. എന്നാൽ അന്ന് വരെ നമ്മളിൽ നടക്കേണ്ട ഒരു പ്രക്രിയയുണ്ട്. ദാറ്റ് ഈസ് ടു ഫോളോ ക്രൈസ്റ്റ്, ടു ബിക്കം ലൈക്ക് ജീസസ് ക്രൈസ്റ്റ് ഡെയിലി. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.